നമസ്കാരം. കേരളത്തിലെ കല, സാഹിത്യം, സംസ്കാരം എന്നുള്ള ഭാഗത്തെ 5ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങളാണ് പഠിക്കുന്നത്. ഞാൻ നേരത്തെ കരുതിയത് ഒറ്റ ക്ലാസ് കൊണ്ട് ഈ ഭാഗം തീർക്കാമെന്നായിരുന്നു. പക്ഷേ നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒരുപാട് വസ്തുതകൾ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ നമ്മൾ ഇന്ന് ക്ലാസ് എടുത്താൽ പോലും ഈ ഭാഗം തീരത്തില്ല. അതുകൊണ്ട് 2 ക്ലാസ് ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞതിലും ചിന്തിച്ചതിലും കൂടുതൽ ഒരു ക്ലാസ് കൂടി വേണ്ടി വരും. ആദ്യം പണ്ടേ പറഞ്ഞിരുന്നു 7-8 ക്ലാസ് കൊണ്ടേ ഇത് പൂർത്തിയാവത്തുള്ളൂ എന്നും. ഇതിപ്പോൾ ഏതാണ്ട് 10ഓളം ക്ലാസ്സുകളാവുകയാണ്. ഇതിൻ്റെ ഭാഗത്ത് തന്നെ വരുന്നതാണ് കായികവും. അപ്പോൾ അതോട് ചേരുമ്പോൾ ഏതാണ്ട് 10ഓളം ക്ലാസ്സുകളായിട്ട് ഈ ഭാഗം മാറും. എന്തായാലും ഈ ഭാഗത്ത് 5 മാർക്കുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ് കൂടി ആകുമ്പോഴത്തേക്കും കേരള സംസ്കാരം എന്നുള്ള ഭാഗം പൂർത്തിയാകും. അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സാഹിത്യ രംഗത്തോട്ട് വരാം. അവിടെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിച്ചു തീർത്തിട്ട് ബാക്കി പഠിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഗൈഡ് ലൈൻ തീർച്ചയായിട്ടും തരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഫാക്റ്റുകളിലോട്ട് വരാം, കുറേ വസ്തുതകളിലോട്ട് വരാം. നമുക്കറിയാം തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലം തിരുവനന്തപുരത്താണ്. തിരുവല്ലം എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള സ്ഥലത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലമാണ്. എവിടെയാണ്? തിരുവല്ലം. തിരുവല്ലം വേറെ, തിരുവല്ല വേറെ. തിരുവല്ല എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? അത് പത്തനംതിട്ട ജില്ലയിലാണ്. തിരുവല്ലം. അപ്പോൾ കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം എവിടെയെന്ന് ചോദിച്ചാൽ അത് തിരുവല്ലമാണ്, അല്ലേ? പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടാക്കിയതാണ് കേരളം എന്നുള്ള ഐതിഹ്യമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ പിതൃതർപ്പണത്തിനും ബലികർമ്മങ്ങൾക്കൊക്കെ പേര് കേട്ട ഒരു ക്ഷേത്രമാണ് പരശുരാമ ക്ഷേത്രം. എവിടെ? അത് തിരുവല്ലം, തിരുവനന്തപുരം ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു കാര്യമുള്ളത്, പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്ന നഗരമാണ് തിരുവനന്തപുരം. പറഞ്ഞാൽ തീരാത്തത്ര പ്രതിമകൾ തിരുവനന്തപുരം നഗരത്തിലുണ്ട്. പക്ഷെ അതിലൊരു പ്രതിമ നിങ്ങൾ ശ്രദ്ധിച്ചു വയ്ക്കുക, വിവേകാനന്ദൻ്റെ പ്രതിമ. വിവേകാനന്ദൻ്റെ പ്രതിമ എന്ന് പറയുമ്പോൾ 1893 വിവേകാനന്ദൻ്റെ ചിക്കാഗോ പ്രസംഗം എന്ന് നിങ്ങൾക്കറിയാം. അതിന് തൊട്ടു മുമ്പ് 1892 അദ്ദേഹത്തിൻ്റെ ഭാരത പര്യടനം എന്ന് പറയുന്ന ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എവിടം സന്ദർശിച്ചിട്ടുണ്ട്? കേരളം സന്ദർശിച്ചിട്ടുണ്ട്. അത് 1892 അതിൻ്റെ ഓർമ്മപ്പെടുത്തലായിട്ട് ഒരു പ്രതിമ, വിവേകാനന്ദൻ്റെ പ്രതിമ തിരുവനന്തപുരം ജില്ലയിൽ കവടിയാറുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ കവടിയാർ എന്ന് പറയുന്ന സ്ഥലത്ത് ആരുടെ പ്രതിമയുണ്ട്? വിവേകാനന്ദൻ്റെ പ്രതിമയുണ്ട്. അപ്പോൾ വിവേകാനന്ദൻ കേരളം സന്ദർശിച്ചത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1892. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രം പ്രസിദ്ധമാണ്, ലോകപ്രസിദ്ധമാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. അപ്പോൾ അതിനെ നമ്മൾ പറയും മ്യൂറൽ പഗോഡ. അതിനെ നമ്മൾ പറയും എന്താണ്? മ്യൂറൽ പഗോഡ. അപ്പം മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്ന ക്ഷേത്രം എന്ന് ചോദിച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രം, അല്ലെ? തിരുവിതാംകൂർ രാജാക്കന്മാരുടെ ആസ്ഥാന മൂർത്തിയാണ്. ആരാണ്? ശ്രീ പത്മനാഭൻ. അതുമായി ബന്ധപ്പെട്ട് മാർത്താണ്ഡവർമ്മയുടെ കാര്യമൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ഭദ്രദീപം, അതുപോലെ തന്നെ മുറജപം പോലുള്ള ചടങ്ങുകളെല്ലാം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്നുണ്ട്. അതിനൊക്കെ കാരണക്കാരനായ വ്യക്തിയാണ് മാർത്താണ്ഡവർമ്മ എന്നൊക്കെ കേരള ചരിത്ര ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെ മ്യൂറൽ പഗോഡ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ മൂല വിഗ്രഹം, ശരിക്കും അത് വിഗ്രഹം പിന്നീട് പുതുക്കി പണിതതാണ്. അത് മാർത്താണ്ഡവർമ്മ പുതുക്കി പണിതതാണ്. അങ്ങനെ പുതുക്കി പണിയുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ടുള്ള ശിലകൾ കൊണ്ടുവരുന്നത് എവിടെ നിന്നെന്ന് ചോദിച്ചാൽ ഗാണ്ഡകി എന്ന് പറയുന്ന നദീ തീരത്ത് നിന്നാണ്. അപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലവിഗ്രഹം പുതുക്കി പണിയുന്നതിന് വേണ്ടിയിട്ടുള്ള ശിലകൾ, സാളഗ്രാമം എന്നാണ് നമ്മൾ അതിനെ പറയുന്നത്, ശിലകൾ കൊണ്ടുവന്നത് ഏത് നദീ തീരത്ത് നിന്ന് എന്ന് ചോദിച്ചാൽ അത് ഗാണ്ഡകി നദിയുടെ തീരത്ത് നിന്നാണ്. ഗാണ്ഡകി എന്ന നദി ഗംഗാ നദിയുടെ ഒരു പോഷക നദിയാണ്. മുമ്പ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി ഏത് പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? അല്ലെങ്കിൽ എട്ടര യോഗം എന്നുള്ളത് ഏത് അമ്പലത്തിന്റെ ഭരണസമിതിയാണ് എന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ അതേതാണ് എട്ടര യോഗം. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഭരണസമിതി അറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ എന്ന് ചോദിച്ചാൽ എട്ടര യോഗമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമുണ്ട്, ആറ്റുകാൽ ക്ഷേത്രം. അല്ലെ, ആറ്റുകാൽ ക്ഷേത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാം. സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. അല്ലെ, എല്ലാ വർഷവും നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല വളരെ പ്രസിദ്ധമാണ്. അവ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രം. അത് എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ഇനി അത് കഴിഞ്ഞിട്ട് വർക്കല ഒരു ജനാർദ്ദന ക്ഷേത്രമുണ്ട്. വർക്കലയിൽ ഒരു ക്ഷേത്രമുണ്ട്, ജനാർദ്ദന ക്ഷേത്രം. അതും പിതൃതർപ്പണത്തിനും ഒക്കെ പ്രധാനപ്പെട്ട ബലികർമ്മങ്ങൾക്കും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് വർക്കല ജനാർദ്ദന ക്ഷേത്രം. ആ വർക്കല ജനാർദ്ദന ക്ഷേത്രത്തിൽ ഒരു വലിയ മണിയുണ്ട്, ഒരു വലിയ മണി. അത് സംഭാവന കിട്ടിയതാണ്. ആ വലിയ മണി സംഭാവന കിട്ടിയതാണ്. അത് ആരാണ് സംഭാവന കൊടുത്തത് എന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. അപ്പോൾ ഡച്ചുകാർ ഒരു വലിയ മണി സംഭാവന ചെയ്തിട്ടുണ്ട് ഒരു ക്ഷേത്രത്തിന്. ഏത് ക്ഷേത്രത്തിനെന്ന് ചോദിച്ചാൽ വർക്കല ജനാർദ്ദന ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഡച്ചുകാരും കേരളീയരുമായിട്ടുള്ള ആ ഒരു സൗഹാർദ്ദത്തിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ വർക്കല ജനാർദ്ദന ക്ഷേത്രത്തിലെ ആ വലിയ മണി അവിടേക്ക് ദാനം ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ അത് ഡച്ചുകാരാണ്. ചോയ്സിൽ പോർട്ടുഗീസുകാരുണ്ടായിരിക്കും. പോർട്ടുഗീസുകാർ ഒരിക്കലും അല്ല. പോർട്ടുഗീസുകാർക്ക് ആ തരത്തിലുള്ള ഒരു സൗഹാർദ്ദം ഇഷ്ടമുള്ള കാര്യമായിരുന്നില്ല. അങ്ങനെയൊക്കെ ചെയ്തത് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഡച്ചുകാരാണ്. ഇനി അത് കഴിഞ്ഞിട്ട് തിരുവിതാംകൂർ ചരിത്രം പഠിക്കുമ്പോൾ, മാർത്താണ്ഡവർമ്മയെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അമ്മച്ചിപ്ലാവ് എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമ്മച്ചിപ്ലാവ് അല്ലെ, മാർത്താണ്ഡവർമ്മ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കയറി ഒളിച്ച ഒരു വലിയ പ്ലാവിന്റെ പോട് അല്ലെ, ആ പ്ലാവ് അതിനെ അറിയപ്പെടുന്നതാണ് ഏത്? അമ്മച്ചിപ്ലാവ്. ഈ അമ്മച്ചിപ്ലാവ് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഒരു അമ്പലത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അത് ഏത് അമ്പലം എന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. അപ്പൊ അമ്മച്ചിപ്ലാവ് എവിടെയെന്ന് ചോദിച്ചാൽ നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ല. നെയ്യാറ്റിൻകര തിരുവനന്തപുരം ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് തിരുവനന്തപുരം സന്ദർശിച്ചിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഒരു രക്തസാക്ഷി മണ്ഡപമുണ്ട്. തിരുവനന്തപുരത്ത് പാളയം യൂണിവേഴ്സിറ്റി കോളേജിന് അടുത്തായിട്ട് ഒരു രക്തസാക്ഷി മണ്ഡപമുണ്ട്. വളരെ പ്രസിദ്ധമാണ് രക്തസാക്ഷി മണ്ഡപം. ആ രക്തസാക്ഷി മണ്ഡപം എന്ന് പറയുന്നത് 1857 ഇന്ത്യയുടെ ഒന്നാമത്തെ സ്വാതന്ത്ര്യ സമരം, അതിന്റെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ട് സ്ഥാപിക്കപ്പെട്ടതാണ് തിരുവനന്തപുരത്ത് പാളയത്തെ രക്തസാക്ഷി മണ്ഡപം. അത് ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ആലപിക്കപ്പെട്ട ഒരു ഗാനമുണ്ട്, ബലികുടീരങ്ങളെ. നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു രക്തസാക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു പാട്ടാണ് ഏത്? ബലികുടീരങ്ങളെ. ബലികുടീരങ്ങളെ എന്ന് തുടങ്ങുന്ന ഈ ഗാനം രചിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് വയലാർ രാമവർമ്മയാണ്. അതിന് സംഗീതം കൊടുത്തത് ആര് എന്ന് ചോദിച്ചാൽ ദേവരാജനാണ്. ആരാണ്? ദേവരാജൻ. അപ്പോ അത് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തിരുവനന്തപുരത്തെ പാളയത്തെ രക്തസാക്ഷി മണ്ഡപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതവിടെ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കേരള ചരിത്രമൊക്കെ പഠിച്ച സമയത്ത് ആറ്റിങ്ങൽ റാണിയെ കുറിച്ചൊക്കെ പറഞ്ഞു അല്ലെ. ആറ്റിങ്ങൽ റാണിയെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആറ്റിങ്ങൽ എന്ന് പറയുന്നത് ഒരു ചെറിയ നാട്ടുരാജ്യമായിരുന്നു. ആറ്റിങ്ങൽ എന്ന് പറയുന്ന ഒരു ചെറിയ നാട്ടുരാജ്യമാണ്. കേരളത്തിൽ ഒരുപാട് നാട്ടുരാജ്യങ്ങളുണ്ട്. ആ നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ കാലം വനിതകൾ ഭരണത്തിലിരുന്ന നാട്ടുരാജ്യമാണ് അത് ആറ്റിങ്ങലാണ്. അതേതാണ്? ആറ്റിങ്ങൽ എന്ന് പറയുന്ന നാട്ടുരാജ്യത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം വനിതകൾ ഭരണത്തിലിരുന്നത് എന്ന് നിങ്ങൾ ഓർത്തു വെക്കുക. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു മലയുണ്ട്, മൂക്കുന്നിമല. ഏതാണ്? മൂക്കുന്നിമല. ഇപ്പൊ പൊന്മുടിയൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പക്ഷേ മൂക്കുന്നിമല എന്ന് പറയുന്ന ഒരു മലയുണ്ട്. പരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഒരു മലയാണ് മൂക്കുന്നിമല. പാറ ഖനനവുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ വാർത്തയിൽ വരുന്ന ഒരു മലയാണ് മൂക്കുന്നിമല. അപ്പൊ മൂക്കുന്നിമല ഏത് ജില്ലയിലെന്ന് നിങ്ങളടുത്ത് ചോദിച്ചാൽ നിങ്ങൾ ഏത് ജില്ലയിലെന്ന് പറയണം? അത് തിരുവനന്തപുരം ജില്ലയിലാണ് മൂക്കുന്നിമല. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർത്തു വയ്ക്കുക. അതേസമയം മുതിരമല എന്ന് ചോദിച്ചാൽ മുതിരമല എവിടെയാണ് എന്ന് ചോദിച്ചാൽ മൂക്കുന്നിമല തിരുവനന്തപുരത്താണ്. അതേസമയം മുതിരമല എവിടെയെന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. മുതിരമല എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ഏതെന്ന് ചോദിച്ചാൽ അത് മുതിരമലയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കൊല്ലം ജില്ലയെ പറയുമ്പോൾ അറിയാം, നമ്മൾ കലയെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ. അപ്പൊ അതുമായി ബന്ധപ്പെട്ടതാണ് കഥാപ്രസംഗം. കഥാപ്രസംഗം ആധുനിക ചാക്യാർ എന്നറിയപ്പെടുന്ന പ്രാസംഗികൻ, കഥാ
കഥാപ്രാസംഗികൻ ആര് എന്ന് ചോദിച്ചാൽ വി സാംബശിവനാണ്. വി സാംബശിവൻ അറിയാലോ, വളരെ പ്രധാനപ്പെട്ട കഥാപ്രസംഗ കലാകാരനാണ് ആര്? വി സാംബശിവൻ. ആധുനിക ചാക്യാർ എന്നറിയപ്പെടുന്ന വളരെ പ്രസിദ്ധനായിട്ടുള്ള കാഥികൻ ആര് എന്ന് ചോദിച്ചാൽ അത് വി സാംബശിവനാണ്. കൊല്ലം ജില്ലക്കാരനാണ്. വി സാംബശിവൻ കൊല്ലം ജില്ലക്കാരനാണ്. അതുപോലെ തന്നെ അനശ്വരനായിട്ടുള്ള നടൻ ജയൻ, ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട നടനുണ്ടല്ലോ ജയൻ, ആ അനശ്വര നടൻ ജയന്റെയും ജില്ല ഏതാന്ന് ചോദിച്ചാൽ അത് ഏത് ജില്ലയാണ്? അത് കൊല്ലം ജില്ലയാണ് അല്ലെ. ജയൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു പാട്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ഹമ്മിങ്ങും ഒക്കെ നമ്മുടെ മനസ്സിൽ വരും അല്ലെ. കണ്ണും കണ്ണും അങ്ങനെയൊക്കെ വരുന്നില്ലേ, പാട്ട് വരുന്നില്ലേ. ആ ജയന്റെ ജില്ലയാണ് ഏത്? കൊല്ലം ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് കൊല്ലം ജില്ലയുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കോട്ടുക്കൽ ഗുഹാക്ഷേത്രം. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ്. ഒറ്റ കല്ലിൽ തീർത്തിരിക്കുന്ന ഒരു ഗുഹാക്ഷേത്രമാണ്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഗുഹാക്ഷേത്രമാണ്. കോട്ടുക്കൽ ഗുഹാക്ഷേത്രം ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ അത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ കൊല്ലം ജില്ലയിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമുണ്ട്. കേരളത്തിൽ തന്നെ ആ വിധത്തിലുള്ള ഒറ്റ ക്ഷേത്രമേ ഉള്ളൂ, മലനട ദുര്യോധന ക്ഷേത്രം. മലനട ദുര്യോധന ക്ഷേത്രം അല്ലെ. കൗരവന്മാരിൽ ഏറ്റവും മൂത്തയാളാണ് ദുര്യോധനൻ. ആ ദുര്യോധനന്റെ പേരിൽ കേരളത്തിൽ ഒരു ക്ഷേത്രമുണ്ട്. ഒരേ ഒരു ക്ഷേത്രമേ ഉള്ളൂ. അതെവിടെയാണെന്ന് ചോദിച്ചാൽ കൊല്ലം ജില്ലയിലാണ്. മലനട ദുര്യോധന ക്ഷേത്രം അല്ലെ. മലനട ദുര്യോധന ക്ഷേത്രം ഏത് ജില്ലയിലാണ്? അത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ നമ്മൾ ഒരുപാട് കൊട്ടാരങ്ങളെ കുറിച്ച് പല ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട്. ചീന കൊട്ടാരം. ചീന കൊട്ടാരം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ അതും കൊല്ലം ജില്ലയിലാണ്. ചീന കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ചതാണ്. തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് നിർമ്മിച്ച കൊട്ടാരമാണ് ചീന കൊട്ടാരം. അപ്പൊ ആ ചീന കൊട്ടാരം എവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ് ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ചുറ്റമ്പലമില്ലാത്ത ഏക ക്ഷേത്രമാണ് കേരളത്തിലെ. ചുറ്റമ്പലമില്ലാത്ത ഏക ക്ഷേത്രം ഏത് എന്ന് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അത് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. ചുറ്റമ്പലമില്ലാത്ത കേരളത്തിലെ ഏക ക്ഷേത്രമാണ് ഏതെന്ന് ചോദിച്ചാൽ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രമാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ വേണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ കുറെ അമ്പലങ്ങൾ മാത്രമല്ല. അമ്പലങ്ങളാണ് കേരളത്തിന്റെ സംസ്കാരം എന്ന് തെറ്റിദ്ധരിക്കരുത്. പക്ഷേ കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേരള ചരിത്രത്തിന്റെ ഭാഗമായിട്ട് പഠിച്ചിട്ടുണ്ട്. അതിന്റെ റെഫറൻസ് ഞാൻ ഈ ക്ലാസ് കഴിയുമ്പോഴത്തേക്കും തരാം. നിങ്ങൾ ആ വീഡിയോ എന്തായാലും കാണണം. അതിനകത്താണ് കൂടുതലും സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അവിടെ ഒന്നും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല. കേരള ചരിത്രം പറയുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കില്ല. പക്ഷെ പരീക്ഷയ്ക്ക് ഈ തരത്തിലുള്ള ചോദ്യങ്ങളാണ് കേരള സംസ്കാരത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് നമുക്ക് അതിനെ ഒഴിവാക്കി പോകാനായിട്ട് കഴിയില്ല. അപ്പോൾ കേരളത്തിന്റെ സംസ്കാരം എന്ന് പറയുമ്പോൾ കുറെ അമ്പലങ്ങളും പള്ളികളും മാത്രമല്ല, അതിന്റെ പേരുകളും മാത്രമല്ല. പക്ഷെ ഇത് മറ്റൊരു ഭാഗത്തും നമ്മുടെ ഈ ക്ലാസ്സിൽ ആസ്ഥ അക്കാഡമിയുടെ ഒരു വീഡിയോയിൽ നിങ്ങൾ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അത് നിങ്ങളുടെ ശ്രദ്ധയിലോട്ട് കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ ചില ക്ലാസ്സുകളിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ഏത് ക്ലാസ് ആണെന്ന് പിന്നീട് പറഞ്ഞു തരാം. ഇനി അത് കഴിഞ്ഞിട്ട് പടയണി. നമ്മൾ കലാരൂപങ്ങൾ പഠിച്ചു അല്ലെ. ആ കലാരൂപങ്ങൾ പഠിക്കേണ്ട ഒന്ന് തന്നെയായിരുന്നു പടയണി. പക്ഷെ അത് ഈ ഭാഗത്ത് വരുന്നത് കൊണ്ടാണ് പറയാത്തത്. പടയണി എന്ന് പറയുന്നത് ഏത് ജില്ലയിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ്, അല്ലെങ്കിൽ പടയണി എന്ന് പറയുന്ന കലാരൂപം ഏത് ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ പത്തനംതിട്ട ജില്ലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു കലാരൂപമാണ് ഏത്? പടയണി. ഈ പടയണിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു പേരുണ്ട്, പ്രശസ്തനായിട്ടുള്ള ഒരു കവിയുടെ പേരുണ്ട്, കടമ്മനിട്ട. ആരാണ്? കടമ്മനിട്ട. കവി കടമ്മനിട്ട ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പടയണിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ദ്രാവിഡ സംസ്കാരത്തിന്റെ കവി, ദ്രാവിഡ സംസ്കാരവുമായി ബന്ധപ്പെട്ട കവിതകൾ രചിച്ച കവി എന്നറിയപ്പെടുന്ന ആളാണ്. നാടൻ കവിതകളുമായി ബന്ധപ്പെട്ട കവിയാണ് അല്ലെ. സാധാരണഗതിയിൽ കവിത എഴുതുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട്. ആ രീതികളൊക്കെ വിട്ടിട്ട് സാധാരണ ഗ്രാമീണ
മനോഹരമായിട്ടുള്ള രീതിയിൽ ദ്രാവിഡ സംസ്കാരത്തിന് ഉതകുന്ന രീതിയിലുള്ള കവിതകൾ എഴുതിയ കവി എന്ന് നമ്മൾ വിശേഷിപ്പിക്കും ആരെ? കടമ്മനിട്ട. അപ്പം പടയണി എന്ന് പറയുന്നത്, കടമ്മനിട്ട പത്തനംതിട്ട ജില്ലക്കാരനാണ്, കേരളത്തിലെ നിയമസഭാംഗവും ഒക്കെ ആയിരുന്ന ഒരു കവി കൂടിയാണ് ആര്? കടമ്മനിട്ട. ആ കടമ്മനിട്ട എന്ന് പറയുന്ന സ്ഥലവും കൂടിയായിട്ട് ബന്ധപ്പെട്ട, കടമ്മനിട്ട ഒരു സ്ഥലത്തിന്റെ പേര് കൂടിയാണ്, ബന്ധപ്പെട്ട കലാരൂപമാണ് ഏത്? പടയണി. പത്തനംതിട്ട ജില്ലയിലെ കലാരൂപമാണ്. പടയണിയുടെ കാര്യത്തിൽ പരീക്ഷയ്ക്ക് അടുത്ത കാലത്ത് ചോദിച്ച ഒരു ചോദ്യമാണ് പടയണിയിലെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണം. പടയണിയുമായി ബന്ധപ്പെട്ട പ്രധാന വാദ്യ ഉപകരണം എന്തെന്ന് ചോദിച്ചാൽ തപ്പാണ്. ചെണ്ടയും മണിത്താളവും ഒക്കെ പടയണിയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുമെങ്കിലും പടയണിയിലെ പ്രധാനപ്പെട്ട വാദ്യ ഉപകരണം എന്താണ് എന്ന് ചോദിച്ചാൽ തപ്പ് എന്ന് പറയുന്ന വാദ്യ ഉപകരണമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പത്തനംതിട്ട ജില്ലയുടെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. പരീക്ഷയ്ക്ക് നിങ്ങൾ ചോദ്യപേപ്പറിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ചിലന്തി ക്ഷേത്രം എവിടെയാണ്? കേരളത്തിലെ ചിലന്തി ക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്ത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ കൊടുമണാണ് ഏത് ക്ഷേത്രമുള്ളത്? ചിലന്തി ക്ഷേത്രമുള്ളത്. കൊടുമൺ എന്ന് പറയുമ്പോൾ ഒരു കവിയെ പെട്ടെന്ന് ഓർമ്മ വരും. അദ്ദേഹത്തിന്റെ പേരാണ് ശക്തിഭദ്രൻ. ആരാണ്? ശക്തിഭദ്രൻ. ഏതാണ്ട് AD 7-ാം നൂറ്റാണ്ടിനും 11-ാം നൂറ്റാണ്ടിനും ഇടയ്ക്ക് ജീവിച്ചിരുന്നു എന്ന് കരുതുന്ന ഒരു കവിയാണ്, അല്ലെങ്കിൽ നാടകകൃത്താണ് ശക്തിഭദ്രൻ. ആ ശക്തിഭദ്രനുമായി ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ആശ്ചര്യ ചൂടാമണി എന്ന നാടകം. ആശ്ചര്യ ചൂടാമണി എന്ന സംസ്കൃത നാടകം രചിച്ചതാര്? ഈ ആശ്ചര്യ ചൂടാമണി എന്ന് പറയുന്ന സംസ്കൃത നാടകം ശക്തിഭദ്രൻ ശങ്കരാചാര്യരെ പറഞ്ഞു കേൾപ്പിച്ചു എന്നൊക്കെയാണ് ഐതിഹ്യമുള്ളത്. ആ ശക്തിഭദ്രനാണ് ഏത് നാടകം രചിച്ചത്? ആശ്ചര്യ ചൂടാമണി എന്ന സംസ്കൃത നാടകം. സംസ്കൃത നാടകം. മണ്ണിൽ നിന്ന് തൈലമുണ്ടായാലും ആകാശത്ത് നിന്ന് പുഷ്പങ്ങൾ ഉണ്ടായാലും ഒരു ദക്ഷിണേന്ത്യക്കാരനും ഒരു സംസ്കൃത നാടകം രചിക്കാൻ പോകുന്നില്ല എന്ന് ഉത്തരേന്ത്യക്കാർ വീരവാദം മുഴക്കുന്ന സമയത്ത് ഒരു മലയാളി ശക്തിഭദ്രൻ ഒരു സംസ്കൃത നാടകം രചിക്കുന്നു. ആ നാടകമാണ് ഏത്? ആശ്ചര്യ ചൂടാമണി. ആശ്ചര്യ ചൂടാമണി. അതും ഈ പറഞ്ഞ കൊടുമൺ എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ആശ്ചര്യ ചൂടാമണി എന്ന് പറയുന്ന ആ സംസ്കൃത നാടകം രചിച്ച ശക്തിഭദ്രന്റെ സ്മാരകവും ഉള്ളത് ഈ കൊടുമണിലാണ്. കേരളത്തിലെ ആദ്യത്തെ പച്ചത്തുരുത്ത് പഞ്ചായത്തും പത്തനംതിട്ട ജില്ലയിലെ കൊടുമണാണ്. ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വളരെ രസകരമായിട്ടുള്ള ഒരു ചോദ്യമാണ് എടപ്പാറ മലദേവർ നട. ഇടപ്പാറ മലദേവർ നട. ചിലപ്പോൾ ഈ എന്നുള്ളത് എ എന്ന് എഴുതിയേക്കും. എടപ്പാറ. ഇതിപ്പോ എടപ്പാറ മലദേവർ നട ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഹിന്ദു ക്ഷേത്രമാണ്. പക്ഷെ ഈ ക്ഷേത്രത്തിൽ മുസൽമാനായിട്ടുള്ള ഒരാളെ ആരാധിക്കുന്നുണ്ട്. മുസൽമാനായിട്ടുള്ള ഒരു വ്യക്തിയെ ആരാധിക്കുന്നുണ്ട്. ആ വ്യക്തിയാണെങ്കിൽ കേരളത്തിന്റെ റോബിൻ ഹുഡ് എന്നറിയപ്പെടുന്ന പ്രശസ്ത കള്ളനാണ്. അദ്ദേഹത്തിന്റെ പേരെന്താണ്? കായംകുളം കൊച്ചുണ്ണി. കായംകുളം കൊച്ചുണ്ണിയെ ആരാധിക്കുന്ന എടപ്പാറ മലദേവർ നട, അല്ലെങ്കിൽ കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള എടപ്പാറ മലദേവർ നട എന്ന ക്ഷേത്രം ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ എവിടെയെന്ന് ചോദിച്ചാൽ കോഴഞ്ചേരിയാണ്. കോഴഞ്ചേരി എന്ന് പറയുമ്പോൾ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് 1935 സി കേശവന്റെ പ്രസംഗം നടന്ന കോഴഞ്ചേരി. 1935 കോഴഞ്ചേരി പ്രസംഗം നടന്ന കോഴഞ്ചേരി. ആ കോഴഞ്ചേരിയിലാണ് കായംകുളം കൊച്ചുണ്ണിയുടെ പേരിലുള്ള ക്ഷേത്രമുള്ളത്. കോഴഞ്ചേരി എന്ന് പറയുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനം, നടക്കുന്നു. അതാണ് മാരാമൺ കൺവെൻഷൻ എന്ന് പറയുന്നത്. ആ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് കോഴഞ്ചേരിയിലാണ്. പമ്പാ നദിയുടെ തീരത്താണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്നത്. പമ്പാ നദിയുടെ തീരത്താണ്. അതുപോലെ തന്നെ ഒരു ഹിന്ദുമത സമ്മേളനവും അവിടെ നടക്കാറുണ്ട്. അത് ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം. മാരാമൺ ക്രൈസ്തവ സമ്മേളനവും ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനവും നടക്കുന്നത് ഏത് ജില്ലയിൽ എന്ന് ചോദിച്ചാൽ ഏത് ജില്ലയിലാണ്? തീർത്ഥാടനത്തിന്റെ ജില്ല എന്നുകൂടി അറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. തീർത്ഥാടകരുടെ ജില്ല എന്നുകൂടി അറിയപ്പെടുന്ന പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രൈസ്തവ വിശ്വാസികൾ വരാറുണ്ട്. അതുപോലെ ശബരിമല സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ്. ആ തരത്തിലും ഒരുപാട് വിശ്വാസികൾ വരാറുണ്ട്. അതുകൊണ്ട് തീർത്ഥാടക ടൂറിസത്തിന്റെ ജില്ല എന്ന് അറിയപ്പെടുന്ന ജില്ല എന്ന് ചോദിച്ചാൽ അത് പത്തനംതിട്ട ജില്ലയാണ്. കോഴഞ്ചേരിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ആറന്മുള.
കോഴഞ്ചേരിക്ക് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ആറന്മുള. അവിടെ ഒരു അമ്പലമുണ്ട്, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ആ പാർത്ഥസാരഥി ക്ഷേത്രത്തിലാണ് ശബരിമല അയ്യപ്പന്റെ തങ്ക അങ്കി സൂക്ഷിക്കുന്നത്. ശബരിമല അയ്യപ്പന്റെ തങ്ക അങ്കി സൂക്ഷിക്കുന്ന ക്ഷേത്രമാണ് പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുള. അതുമായി ബന്ധപ്പെട്ട് ആ പാർത്ഥസാരഥി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു വള്ളംകളിയുണ്ട്. ആ വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പാ നദിയിലാണ്. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളിക്ക് ഒരു പേരുണ്ട്, അതാണ് ജലത്തിലെ പൂരം. അല്ലെ, തൃശ്ശൂർ പൂരം പോരെ, ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഏത് എന്ന് ചോദിച്ചാൽ ആറന്മുള വള്ളംകളിയാണ്. ആറന്മുള എന്ന് പറയുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് ഒരു ഉൽപ്പന്നമുണ്ട്. ആ ഉൽപ്പന്നമാണ് പ്രശസ്തമായിട്ടുള്ള ആറന്മുള കണ്ണാടി. ആറന്മുള കണ്ണാടിക്കുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യ ഗവൺമെന്റിന്റെ GI ടാഗ്, പ്രാദേശികമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രാധാന്യമുള്ള ഒരു ഉൽപ്പന്നത്തിന് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു പാറ്റന്റ് ആണ് GI ടാഗ്. ഇന്ത്യ ഗവൺമെന്റ് കേരളത്തിൽ ആദ്യമായി GI ടാഗ് കൊടുത്തത് ഏത് ഉൽപ്പന്നത്തിനാണ് എന്ന് ചോദിച്ചാൽ ആറന്മുള കണ്ണാടിക്കാണ്. ഏതിനാണ്? ആറന്മുള കണ്ണാടിക്കാണ്. അത് ഓർത്തു വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു തീർത്ഥാടക ടൂറിസത്തിന്റെ ജില്ലയാണ് ഏത്? പത്തനംതിട്ട എന്ന് പറഞ്ഞു. പത്തനംതിട്ടയിലാണ് പരുമല പള്ളിയുള്ളത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പള്ളിയാണ്. ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു പള്ളിയാണ് പരുമല പള്ളി. ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി അഥവാ പരുമല തിരുമേനി എന്ന് പറയും. അദ്ദേഹത്തിന്റെ കബറിടമുള്ള പള്ളിയാണ് പരുമല പള്ളി. ഗീവർഗീസ് മാർ ഗ്രിഗോറിയസിന്റെ കബറിടമുള്ള പള്ളിയാണ് ഏത്? പരുമല പള്ളി. ആദ്യമായിട്ട് വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഭാരതീയനാര്? ക്രൈസ്തവ സഭയുടെ കാര്യത്തിൽ ആദ്യമായിട്ട് വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ഭാരതീയനാര് എന്ന് ചോദിച്ചാൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് എന്നറിയപ്പെടുന്ന പരുമല തിരുമേനിയാണ്. അദ്ദേഹത്തിന്റെ കബറിടം ഉള്ള പള്ളിയാണ് പരുമല പള്ളി. ആ പരുമല പള്ളി സ്ഥാപിച്ചത് ഒരു പോർട്ടുഗീസുകാരനാണ്, ചാൾസ് കൊറിയ. ആരാണ്? ചാൾസ് കൊറിയ നിർമ്മിച്ച പള്ളിയാണ് പരുമല പള്ളി. അതുപോലെ പരുമല തിരുമേനിയുടെ കാര്യം പറയുമ്പോൾ ഒരു ചോദ്യം, നല്ലൊരു ചോദ്യമുണ്ട്. ഊർസ്ലേം യാത്ര. ഊർസ്ലേം എന്ന് പറഞ്ഞാൽ യെരുശലേം യാത്ര, ജെറുസലേം യാത്ര. അപ്പൊ ഊർസ്ലേം യാത്ര ഒരു യാത്രാ വിവരണ പുസ്തകമാണ്. യാത്രാ വിവരണ പുസ്തകമാണ് ഊർസ്ലേം യാത്ര. പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന പുസ്തകമാണ്. മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട യാത്രാ വിവരണ ഗ്രന്ഥം ഏത്? മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിക്കപ്പെട്ട യാത്രാ വിവരണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഊർസ്ലേം യാത്ര എന്ന് പറയുന്ന പരുമല തിരുമേനിയുടെ യെരുശലേം യാത്രയെ കുറിച്ചുള്ള വിവരണമാണ്. അപ്പം കൂട്ടുകാർക്ക് ഒരു സംശയം തോന്നും, അത് വർത്തമാന പുസ്തകമല്ലേ? അത് വർത്തമാന പുസ്തകമല്ലേ? മലയാളത്തിൽ അച്ചടിക്കപ്പെട്ടത് ആദ്യത്തെ വർത്തമാന പുസ്തകമല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും. മലയാളത്തിലെ ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ വർത്തമാന പുസ്തകം എന്ന് നിങ്ങൾ പറഞ്ഞോ. പാറേമാക്കൽ തോമാ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകമാണ് മലയാളത്തിൽ ആദ്യമായി എഴുതപ്പെട്ട യാത്രാ വിവരണ പുസ്തകം. ശരിയാണ്, ഇത് ആദ്യം എഴുതിയെങ്കിലും ഇത് അച്ചടിക്കപ്പെട്ടത് പിന്നീട് ഒരുപാട് കാലം കഴിഞ്ഞാണ്. അതിനു മുമ്പേ ഏത് അച്ചടിക്കപ്പെട്ടു? ഊർസ്ലേം യാത്ര അച്ചടിക്കപ്പെട്ടു. എഴുതപ്പെട്ട ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ പാറേമാക്കൽ തോമാ കത്തനാർ എഴുതിയ വർത്തമാന പുസ്തകമാണ്. അതേസമയം അച്ചടിക്കപ്പെട്ട ആദ്യത്തെ യാത്രാ വിവരണ ഗ്രന്ഥം എന്ന് ചോദിച്ചാൽ പരുമല തിരുമേനി എഴുതിയ, അല്ലെങ്കിൽ ഗീവർഗീസ് മാർ ഗ്രിഗോറിയസ് തിരുമേനി എഴുതിയ ഊർസ്ലേം യാത്ര എന്ന് പറയുന്ന യാത്രാ വിവരണ കൃതിയാണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ അവിടെ ഓർക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് മലങ്കര സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത എന്നറിയപ്പെടുന്നയാള് ഈ അടുത്ത കാലത്ത് മരിച്ചു. നല്ല ഇടയൻ മലങ്കര സഭയുടെ വലിയ മെത്രാപ്പൊലീത്ത ആരാണ്? അത് മാർ ക്രിസ്റ്റോസ്റ്റം തിരുമേനിയാണ്. ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ്റ്റം തിരുമേനി ഈ അടുത്ത കാലത്താണ് മരിച്ചത്. ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ്റ്റം തിരുമേനി. അദ്ദേഹത്തിന്റെ സ്ഥലം എവിടെയാണ്? പത്തനംതിട്ട ജില്ലയാണ്. പത്തനംതിട്ട ജില്ലയിൽ എവിടെ? ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ആര് ജനിച്ചിരിക്കുന്നത്? ഫിലിപ്പോസ് മാർ ക്രിസ്റ്റോസ്റ്റം തിരുമേനി ജനിച്ചിരിക്കുന്ന സ്ഥലം അതാണ്. അതെവിടെയാണ്? അത് ഇരവിപേരൂർ. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജനങ്ങൾക്ക് സൗജന്യമായിട്ട് വൈഫൈ സംവിധാനം ഉണ്ടാക്കി കൊടുത്ത പഞ്ചായത്ത്
പഞ്ചായത്ത് എന്ന് ചോദിച്ചാലും ഇരവിപേരൂരാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൊതുജനങ്ങൾക്ക് സൗജന്യമായിട്ട് വൈഫൈ സംവിധാനം ഉണ്ടാക്കി കൊടുത്ത പഞ്ചായത്ത്, ഇന്ത്യ ഗവൺമെന്റ് ഏറ്റവും നല്ല പൊതുഭരണത്തിനുള്ള ഭരണ സംവിധാനത്തിനുള്ള ബഹുമതി നേടിയ പഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാലും അത് ഇരവിപേരൂരാണ്. അത് എവിടെയാണ്? പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മളെ വേറൊരു ഭാഗത്തോട്ട് വന്നാൽ സെന്റ് തോമസ് ആണ് കേരളത്തിൽ ക്രിസ്തുമത പ്രചരണത്തിനായിട്ട് എത്തിയത് അല്ലെ. AD 52 സെന്റ് തോമസ് ആണ് കേരളത്തിൽ ആദ്യമായിട്ട് ക്രിസ്തുമത പ്രചരണത്തിനായിട്ട് എത്തുന്നത്. യേശുവിന്റെ ശിഷ്യനാണ് ആര്? സെന്റ് തോമസ് അല്ലെ. അദ്ദേഹം സ്ഥാപിച്ച പത്തനംതിട്ട ജില്ലയിൽ ഒരു പള്ളിയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ അദ്ദേഹം സ്ഥാപിച്ച ഒരു പള്ളിയാണ് നിരണം പള്ളി. ഏതാണ്? നിരണം പള്ളി. നിരണം പള്ളി എന്ന് പറയുമ്പോൾ തിരുവല്ലയ്ക്കടുത്താണ് ആ സ്ഥലം. നിരണം പള്ളി. നിരണം പള്ളി. നിരണം താറാവ് വളർത്തൽ കേന്ദ്രവും നിങ്ങൾ കേട്ട് കാണും. നിരണം എന്ന് പറയുന്ന പ്രദേശം കരിമ്പ് കൃഷിക്ക് കൂടി പേര് കേട്ട ഒരു പ്രദേശമാണ് എന്ന് കൂടി കൂട്ടുകാർ മനസ്സിലാക്കി വെക്കുക. നിരണം എവിടെയാണ്? പത്തനംതിട്ട ജില്ല. ഇനി അത് കഴിഞ്ഞിട്ട് തിരുവല്ലയുടെ കാര്യം പറഞ്ഞു അല്ലെ. ശ്രീവല്ലഭപുരം എന്ന് പ്രാചീന കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന ശ്രീവല്ലഭപുരം എന്ന് പ്രാചീന കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? തിരുവല്ല. തിരുവല്ല. ശ്രീവല്ലഭപുരം എന്ന് പ്രാചീന കാലഘട്ടത്തിൽ പറയപ്പെട്ടിരുന്ന ഈ ശ്രീവല്ലഭപുരത്തെ കുറിച്ച് അല്ലെങ്കിൽ തിരുവല്ലയെ കുറിച്ച് പ്രകീർത്തിക്കുന്ന പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഒരു കൃതിയുണ്ട്. ആ കൃതിയാണ് ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം. ഉണ്ണുനീലി സന്ദേശം എഴുതിയതാര്, അതിൻ്റെയൊക്കെ നായകനാര് എന്നുള്ളതിനെ കുറിച്ചൊന്നും നമുക്ക് അറിവില്ല. ഉണ്ണുനീലി സന്ദേശത്തിൽ പ്രതിപാദിക്കപ്പെടുന്ന ശ്രീവല്ലഭപുരം എന്ന് പ്രാചീന കാലഘട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന പ്രദേശം ഏത് എന്ന് ചോദിച്ചാൽ തിരുവല്ലയാണ്. ഈ ശ്രീവല്ലഭപുരത്ത്, അതായത് തിരുവല്ലയിൽ തന്നെ ശ്രീവല്ലഭ ക്ഷേത്രമുണ്ട്. തിരുവല്ലയിൽ തന്നെ ഒരു ക്ഷേത്രമുണ്ട്, ശ്രീവല്ലഭ ക്ഷേത്രം. ആ ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീവല്ലഭ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ ദിവസവും, വർഷത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ഏക ക്ഷേത്രമാണ് ഏത്? തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം. അപ്പം തിരുവല്ലയിലെ ശ്രീവല്ലഭ ക്ഷേത്രമാണ് വർഷത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ക്ഷേത്രം എന്ന് കൂട്ടുകാര് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ആനയുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥികൂടം ഉള്ള മ്യൂസിയവും പത്തനംതിട്ടയിലാണ്. ഒരു ആനയുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥികൂടം കാണാൻ പറ്റുന്ന മ്യൂസിയവും എവിടെയുണ്ട്? പത്തനംതിട്ടയിലുണ്ട്. അത് എവിടെയെന്ന് ചോദിച്ചാൽ ഗവിയിലാണ്. ഏതാണ്? ഗവി. സിനിമ നിങ്ങൾ കണ്ടു കാണും. ഓർഡിനറി എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം നിങ്ങൾക്ക് മനസ്സിലാവും. പത്തനംതിട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് അട്രാക്ഷൻ ആണ് ഏത്? ഗവി. ആ ഗവിയിലെ മ്യൂസിയത്തിൽ ആനയുടെ പൂർണ്ണമായിട്ടുള്ള അസ്ഥികൂടം ഉണ്ട്. അത് മനസ്സിലാക്കി വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നേരത്തെ പറഞ്ഞു ഏതാണ്? ശബരിമലയുണ്ട് അല്ലെ. ശബരിമലയുടെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. മകരവിളക്ക് അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, അത് കൂട്ടുകാർക്ക് അറിയാം. ശബരിമലയുണ്ട്, പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഏത് പഞ്ചായത്തിലാണെന്ന് ചോദിച്ചാൽ പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല. പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് പഞ്ചായത്തിലാണ് ശബരിമല അല്ലെ. ശബരിമലയുമായി ബന്ധപ്പെട്ട് കുറച്ച് വിവാദങ്ങളൊക്കെ ഈ അടുത്ത കാലത്തുണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ കൂടുതലും പുഴങ്ങിക്കേട്ട ഒരു വാക്കുണ്ട്, തത്വമസി. തത്വമസി, അത് നീയാകുന്നു. തത്വമസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അത് നീയാകുന്നു അല്ലെ. കമന്റ് ബോക്സിലൊക്കെ വന്ന് ചിലപ്പോഴൊക്കെ ചില ആൾക്കാർ ഊളേന്നൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എഴുതാറുണ്ട്. അപ്പൊ ഞാൻ സാധാരണഗതിയിൽ കമന്റ് ചെയ്യുന്നത് തത്വമസി എന്ന് കമന്റ് ചെയ്യാറുണ്ട്. അതായത് എന്നെ എന്ത് വിളിച്ചോ അത് നീയാണ് അല്ലെ. സാറ് സൂപ്പറാണ് എന്ന് നിങ്ങൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ തിരിച്ചു പറയും തത്വമസി. ഞാനല്ല സൂപ്പർ, പഠിക്കുന്ന നിങ്ങളാണ് സൂപ്പർ. മനസ്സിലായോ? അപ്പൊ എന്തിനും അത് നീയാകുന്നു, തത്വമസി. അപ്പൊ തത്വമസി എന്ന് പറയുന്ന ആ വാചകം മനസ്സിലാക്കി വെക്കുക. അതൊരു ഉപനിഷത്ത് വാചകമാണ്. ഏത് ഉപനിഷത്തിലെ എന്ന് ചോദിക്കും. ചാന്തോഗ്യ ഉപനിഷത്ത്. ചാന്തോഗ്യ ഉപനിഷത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ബൃഹദാരണ്യ ഉപനിഷത്ത് പറഞ്ഞായിരുന്നു. ബൃഹദാരണ്യ ഉപനിഷത്ത് അല്ലെ. അതിലുള്ള വാചകമാണ് തമസോമ ജ്യോതിർഗമയ. തമസോമ ജ്യോതിർഗമയ. ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ തത്വമസി എന്ന് പറയുന്ന ആ വാചകം ഏത് ഉപനിഷത്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ചാന്തോഗ്യ ഉപനിഷത്താണ് എന്നുകൂടി കൂട്ടുകാര് മനസ്സിലാക്കി വെക്കുക. ഇപ്പൊ നമ്മൾ തിരുവല്ല ഭാഗത്താണ് നിന്നത് അല്ലെ. തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു. തിരുവല്ലയ്ക്ക് കുറച്ചുകൂടെ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ കുട്ടനാടായി. കുട്ടനാട് എന്ന് പറയുമ്പോഴത്തേക്കും ആലപ്പുഴ ജില്ലയായി. പരീക്ഷയ്ക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട് എടത്വാ പള്ളി. എടത്വാ പള്ളി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പമ്പാ നദിയുടെ തീരത്തുള്ള ഒരു പള്ളി തന്നെയാണ് എടത്വയും. എടത്വാ പള്ളി ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. എടത്വാ പള്ളി ആലപ്പുഴ ജില്ലയിലാണ്, കുട്ടനാട് താലൂക്കിലാണ്. ആലപ്പുഴ ജില്ലയിലാണ് ഏത് വരുന്നത്? എടത്വ
ഒരിടത്തും ആ പള്ളി വരുന്നത്. അപ്പൊ നമ്മൾ ആലപ്പുഴയിൽ എത്തിയിരിക്കുകയാണ് അല്ലെ. തിരുവനന്തപുരത്തും തുടങ്ങിയ യാത്ര കൊല്ലം ജില്ല കഴിഞ്ഞ് പത്തനംതിട്ട ജില്ല കഴിഞ്ഞ് KL4 ആലപ്പുഴയിൽ എത്തി നിൽക്കുന്നു. ആലപ്പുഴയിൽ ആദ്യം നമ്മൾ എടത്വയെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട സ്ഥലം നിങ്ങൾ ഓർത്തു വയ്ക്കുക, തൃക്കുന്നപ്പുഴ. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ഒന്നാണ് തൃക്കുന്നപ്പുഴ. പ്രാചീന കേരള സംസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ പ്രാചീന ബുദ്ധ ക്ഷേത്രങ്ങളെ കുറിച്ച് പറയാറുണ്ട്, അല്ലെങ്കിൽ ബുദ്ധ വിഹാരങ്ങളെ കുറിച്ച് പറയാറുണ്ട്. അങ്ങനെ ഒന്നാണ് ശ്രീമൂലവാസം അല്ലെ. ശ്രീമൂലവാസം എന്ന് പറയുന്ന പ്രാചീന കേരളത്തിലെ ബുദ്ധമത വിഹാരമോ ബുദ്ധമത ക്ഷേത്ര സങ്കല്പങ്ങളോ ആണ് ഏത് ശ്രീമൂലവാസം എന്ന് അറിയപ്പെടുന്നത്. ആ ശ്രീമൂലവാസം എവിടെയാണ്, ഏത് ജില്ലയിലായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയിലാണ്. ആലപ്പുഴ ജില്ലയിൽ തൃക്കുന്നപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ശ്രീമൂലവാസം എന്ന് പറയുന്ന ബുദ്ധമത വിഹാരം ഉണ്ടായിരുന്നത് എന്നുള്ളത് ഓർക്കുക. തൃക്കുന്നപ്പുഴ. അതേസമയം അമ്പലപ്പുഴ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അമ്പലപ്പുഴ ആലപ്പുഴ ജില്ലയിൽ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അമ്പലപ്പുഴ. അമ്പലപ്പുഴയുടെ പ്രത്യേകത ബുദ്ധമതവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ഒരു പ്രതിമയുണ്ട്. കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന പ്രതിമ ബുദ്ധന്റെ പ്രതിമയാണ്. കേരളത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ള ബുദ്ധ വിഗ്രഹങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള വിഗ്രഹം എന്ന് കരുതുന്നത് ഏതാണ്? കരുമാടിക്കുട്ടൻ എന്ന് പറയുന്ന ബുദ്ധ വിഗ്രഹമാണ്. അത് എവിടെ നിന്നാണ് കണ്ടെടുത്തത്? അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴയിലാണ്. അമ്പലപ്പുഴ പറയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരാൾ ഓർമ്മ വരും, കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാർ ആദ്യമായിട്ട് തുള്ളൽ എന്ന് പറയുന്ന കലാരൂപം അവതരിപ്പിക്കുന്നത് എവിടെയാണ്? അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. അദ്ദേഹം ഉപയോഗിച്ച വാദ്യ ഉപകരണം മിഴാവ്. കൂത്തിനൊക്കെ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് അല്ലെ. നമ്മൾ പടയണിക്ക് തപ്പെന്ന് പറഞ്ഞതുപോലെ കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് മിഴാവ്. വേറെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ച മിഴാവ് ഏത് ക്ഷേത്രത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്, എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിലാണ്. അമ്പലപ്പുഴ കഴിഞ്ഞ് കുറച്ചുകൂടി അടുത്തുള്ള ഒരു സ്ഥലമാണ് ഹരിപ്പാട്. അമ്പലപ്പുഴയ്ക്ക് 10-15 കിലോമീറ്റർ മാറി വരുന്ന ഒരു സ്ഥലമാണ്, തെക്കോട്ട് മാറിയാലുള്ള സ്ഥലമാണ് ഏത്? ഹരിപ്പാട്. ഹരിപ്പാട് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ഹരിപ്പാട് ഒരു സുബ്രഹ്മണ്യ ക്ഷേത്രമുണ്ട്. ആ ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന്റെ പ്രത്യേകത ദക്ഷിണ പളനി എന്നറിയപ്പെടുന്നു. ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രമാണ് ദക്ഷിണ പളനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം. പളനി ക്ഷേത്രം നമുക്കറിയാം. ദക്ഷിണ പളനി എന്നറിയപ്പെടുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ ഹരിപ്പാട് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. ഹരിപ്പാട് ബാലസുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അതുമായി ബന്ധപ്പെട്ട് വേറൊരു സന്ദേശ കാവ്യമുണ്ട്. ഉണ്ണുനീലി സന്ദേശത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ തിരുവല്ല എന്ന് പറയുന്ന ശ്രീ വല്ലഭപുരം എന്ന് പറയുന്ന സ്ഥലം നമ്മൾ പറഞ്ഞു അല്ലെ. അതുപോലെ വേറൊരു സന്ദേശ കാവ്യമുണ്ട്, മയൂര സന്ദേശം. മയൂര സന്ദേശം അതിന്റെ രചയിതാവാര്? കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ. മയൂര സന്ദേശം രചിച്ചതാരെന്ന് ചോദിച്ചാൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ്. മയൂര സന്ദേശം എന്ന് പറയുന്ന സന്ദേശ കാവ്യം കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ രചിച്ചത് എവിടെ ഇരുന്നാണ്, എവിടെ നിന്നാണ് എന്ന് ചോദിച്ചാൽ അത് ഹരിപ്പാട് നിന്നാണ്. ഹരിപ്പാടുള്ള നേരത്തെ പറഞ്ഞ സുബ്രഹ്മണ്യ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരുപാട് മയിലുകൾ ഉണ്ടായിരുന്നു. ആ മയിലുകളെ കണ്ട് അതിന്റെ പ്രചോദനത്തിൽ അദ്ദേഹം എഴുതിയ സന്ദേശ കാവ്യമാണ് മയൂര സന്ദേശം. അപ്പൊ മയൂര സന്ദേശം രചിച്ചിരിക്കുന്നത് എവിടെ വെച്ചാണ് എന്ന് ചോദിച്ചാൽ കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അത് രചിച്ചത് ഹരിപ്പാട് നിന്നാണ് എന്ന് ഓർത്തു വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ആലപ്പുഴ ജില്ലയിലെ കാര്യം പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ കൗതുകമായിട്ടുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ചൈനയിലെ ബുദ്ധ ജയന്തി ആഘോഷങ്ങൾ. ചൈനയിലെ ബുദ്ധ ജയന്തി ആഘോഷങ്ങൾ അതിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അതിനോട് സാമ്യമുള്ള വിധത്തിൽ കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്ന കേരളത്തിലെ അമ്പലം ഏതാണ്? അതും ആലപ്പുഴ ജില്ലയിലെ ചെട്ടികുളങ്ങര ഉത്സവമാണ്. എവിടെയാണ്? ചെട്ടികുളങ്ങര ഉത്സവമാണ്. പാട്ട് കേട്ടിട്ടുണ്ടാവും, ചെട്ടികുളങ്ങര ഭരണി നാളിൽ, അങ്ങനെ ഒരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ചൈനയിലെ ബുദ്ധ ജയന്തി ആഘോഷങ്ങളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തില് കെട്ടുകാഴ്ച ഉത്സവം നടക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന് ചോദിച്ചാൽ അത് ചെട്ടികുളങ്ങര ക്ഷേത്രമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ആലപ്പുഴയുടെ കാര്യം പറയുമ്പോൾ പാക്കനാർ കളി, വേലകളി എന്നിവയ്ക്ക് പ്രചാരമുള്ള ജില്ല ഏതാണ്? ഏത് ജില്ലയാണ്? ആലപ്പുഴ ജില്ലയാണ്. ഏതൊക്കെയാണ്? പാക്കനാർ കളി, വേലകളി. അത് കൂടുതൽ പ്രചാരത്തിലുള്ള ജില്ല എന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാം, പ്രാചീന കാലത്ത് ഓടനാട് എന്നറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം എന്ന് പറയുന്നത് കായംകുളമാണ്. അതിന് വേറൊരു പേര് കൂടിയുണ്ട്, ഓണാട്ടുകര. വേറൊരു പേര് കൂടിയുണ്ട്, ഓണാട്ടുകര എന്നുകൂടി അറിയപ്പെട്ടിരുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ കായംകുളമാണ്. ഓടനാട് എന്ന് പറയുന്നത് കായംകുളം നാട്ടുരാജ്യം
കാര്യം തന്നെയാണ്. പക്ഷെ ഓണാട്ടുകര എന്നുകൂടി അറിയപ്പെട്ടിരുന്ന പ്രദേശം എന്ന് ചോദിച്ചാൽ കായംകുളമാണ്. എക്സാക്ട് കായംകുളം അല്ല, ആ കായംകുളത്തിന്റെ കുറെ പ്രാന്ത പ്രദേശങ്ങൾ ചേരുന്ന ഒരു പ്രദേശമാണ്. അതിനെ നമ്മൾ ഓണാട്ടുകര എന്ന് വിളിക്കും. എന്ത് വിളിക്കും? ഓണാട്ടുകര. അപ്പൊ ഓണാട്ടുകര എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആലപ്പുഴ ജില്ല ഓർമ്മ വരണം. നിങ്ങൾ ഏത് സ്ഥലത്തോട്ട് വരണം? കായംകുളം എന്ന് പറയുന്ന ആ ഭാഗത്തോട്ട് നിങ്ങളുടെ മനസ്സ് വരണം. ഇനി അത് കഴിഞ്ഞിട്ട് ഓണാട്ടുകര അല്ലെ എന്ന് പറഞ്ഞതുപോലെ വേറൊരു കാര്യം ഉള്ളത്, ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ്. ഇപ്പൊ ഒളിമ്പിക്സ് നടക്കുകയാണല്ലോ. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാണ്? ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ആറന്മുള വള്ളംകളി, പഠിച്ചു. അതേസമയം ഓളപ്പരപ്പിലെ വള്ളംകളി എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതെന്ന് ചോദിച്ചാൽ നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. പല സമയത്തായിട്ട് നമ്മൾ ഒരുപാട് തവണ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്, കൂടുതൽ വിശദീകരിക്കുന്നില്ല. അപ്പൊ ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളി പുന്നമടക്കായലിൽ നടക്കുന്ന നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലം പരിചയപ്പെടും, കുമാരകോടി. കുമാരകോടി അല്ലെങ്കിൽ കുമാരകോടി പാലം ഏത് ജില്ലയിലാണെന്ന് ചോദിക്കും. ഏത് ജില്ലയിലാണ്? ആലപ്പുഴ ജില്ലയിലാണ്. കുമാരകോടി. കുമാരകോടി എന്ന് കേൾക്കുമ്പോൾ കുമാരനാശാൻ എന്ന് ഓർമ്മ വരുന്നുണ്ട് അല്ലെ. 1924 പല്ലനയാറ്റില് റെഡിമീർ ബോട്ട് അപകടത്തിൽ കൊല്ലപ്പെട്ട മലയാളത്തിന്റെ ഭാവകവിയാണ് ആര്? കുമാരനാശാൻ അല്ലെ. മരിക്കുന്ന സമയത്ത് 51 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. 1873 ജനിച്ച് 924 മരിക്കുമ്പോ അദ്ദേഹത്തിന് 51 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മലയാളത്തിന്റെ ഭാവകവി ആര്? കുമാരനാശാൻ അല്ലെ. എവിടെ വെച്ചാ മരിച്ചത്? പല്ലനയാറ്റില്. എന്തപകടം? റെഡിമീർ ബോട്ട് അപകടം. റെഡിമീർ ബോട്ട് അപകടം. വെളുപ്പിന് 3 മണിക്ക് ബോട്ട് അപകടം. കുമാരനാശാനെ പിറ്റേ ദിവസമാണ് കണ്ടുകിട്ടിയത്. അദ്ദേഹത്തിന് മൃതദേഹം കിട്ടിയത് പിറ്റേ ദിവസമാണ്. ആ ബോട്ട് അപകടം നടന്ന പല്ലനയാറ്. ആ പല്ലനയാറിന് കുറുകെയുള്ള പാലമാണ് കുമാരകോടി പാലം. കുമാരകോടി പാലം അതെവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴയിലാണ്. അതുപോലെ കുമാരനാശാന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏത് എന്ന് ചോദിച്ചാലും ഇതേ കുമാരകോടിയിൽ തന്നെയാണ്. കുമാരനാശാന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതെന്ന് ചോദിച്ചാലും കുമാരകോടിയിലാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും തോന്നയ്ക്കൽ അല്ലേ എന്ന്. തോന്നയ്ക്കൽ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്മാരകമാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജനിച്ചു വളർന്ന വീടാണ് തോന്നയ്ക്കലുള്ളത്. അതാണ് സ്മാരകമാക്കിയിട്ടുള്ളത്. അപ്പൊ കുമാരനാശാൻ സ്മാരകം എവിടെ എന്ന് ചോദിച്ചാൽ അത് തോന്നയ്ക്കലാണ്. പക്ഷെ കുമാരനാശാന്റെ അന്ത്യവിശ്രമ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ കുമാരകോടിയിലാണ്. കുമാരകോടിയിലാണ്. മലയാളത്തിന്റെ ഷെല്ലി എന്നറിയപ്പെടുന്ന കവിയാണ്. മലയാളത്തിന്റെ ഷെല്ലി. ഷെല്ലി എന്നറിയപ്പെടുന്നത് വളരെ പ്രസിദ്ധനായിട്ടുള്ള പാശ്ചാത്യ കവിയാണ് PB ഷെല്ലി. ആ ഷെല്ലി മരിക്കുന്നതും ഇതുപോലെ 30 വയസ്സിലോ 31 വയസ്സിലോ ആണ്. ആ കാലത്തിലാണ് PB ഷെല്ലിയും മരിക്കുന്നത്. അദ്ദേഹവും ഒരു കപ്പൽ അപകടത്തിലാണ് മരിക്കുന്നത്. കപ്പൽ മറിഞ്ഞ് വെള്ളത്തിൽ മുങ്ങിയാണ് ആരും മരിക്കുന്നത്? ഷെല്ലിയും മരിക്കുന്നത്. അതുപോലെ ഇവിടെ കുമാരനാശാൻ പല്ലനയാറ്റില് മുങ്ങി മരിച്ചു. അപ്പൊ മലയാളത്തിന്റെ ഷെല്ലി എന്ന് ആരെ വിളിക്കാറുണ്ട്? കുമാരനാശാനെ വിളിക്കാറുണ്ട്. കുമാരനാശാനെ പോലെ തന്നെ ഒരു ഭാവകവിയായിരുന്നു പാശ്ചാത്യ സാഹിത്യത്തില് ആരും? ഷെല്ലിയും എന്നുകൂടി നിങ്ങൾ ഓർത്തു വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ചന്ദനക്കുട മഹോത്സവത്തിന് പേര് കേട്ട ജില്ല. ചന്ദനക്കുട മഹോത്സവം. ചന്ദനക്കുട മഹോത്സവം എന്ന് പറയുമ്പോൾ മതസൗഹാർദ്ദമാണ് ഓർമ്മ വരുന്നത്. അതായത് മതസൗഹാർദ്ദത്തിന് പേര് കേട്ട ഉത്സവമാണ് ചന്ദനക്കുട മഹോത്സവം. അത് ചങ്ങനാശ്ശേരിയിലെ മുസ്ലിം പള്ളി കേന്ദ്രീകരിച്ച്, ഈരാറ്റുപേട്ടയിലെ മുസ്ലിം പള്ളി കേന്ദ്രീകരിച്ച്, അതുപോലെ തന്നെ എരുമേലി മുസ്ലിം പള്ളി കേന്ദ്രീകരിച്ച്, അതുപോലെ തിരുവനന്തപുരത്തെ ഭീമാ പള്ളി കേന്ദ്രീകരിച്ചൊക്കെ നടക്കുന്ന ഏതാണ് മതസൗഹാർദ്ദവുമായി ബന്ധപ്പെട്ട ഒരു ഉത്സവമാണ് ചന്ദനക്കുട മഹോത്സവം. അതിന് പേര് കേട്ട ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് ജില്ലയാണ്? അത് കോട്ടയം ജില്ലയാണ്. ചന്ദനക്കുട മഹോത്സവത്തിന് പേര് കേട്ട ജില്ല ഏതാണ്? അത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ല പറയുമ്പോൾ അവിടുത്തെ ഒരു സ്ഥലമാണ് ചങ്ങനാശ്ശേരി അല്ലെ. ചങ്ങനാശ്ശേരി. ആ ചങ്ങനാശ്ശേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 5 വിളക്കിന്റെ നാട്. പഴയ കാലത്ത് ദിവാൻ സ്ഥാപിച്ചതാണ് 5 വിളക്ക്. 5 വിളക്കിന്റെ നാട് എന്നറിയപ്പെടുന്ന പട്ടണം എന്ന് ചോദിച്ചാൽ ചങ്ങനാശ്ശേരിയാണ്. കോട്ടയം ജില്ലയിലാണ് നിൽക്കുന്നത്. കോട്ടയം ജില്ലയിൽ മാന്നാനം എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രസിദ്ധമാണ്. ചാവറ അച്ഛന്റെ കബറിടമാണ് അല്ലെ. ചാവറ അച്ഛന്റെ കബറിടമാണ് ഏത്? മാന്നാനം, കോട്ടയം ജില്ല. മാന്നാനം, കോട്ടയം ജില്ല അല്ലെ. ആദ്യമായിട്ട് സ്കൂളുകളിൽ ഉച്ചക്കഞ്ഞി വിതരണം തുടങ്ങിയത് തുടങ്ങിയ ആളാണ്. സാക്ഷരതയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആര്? ചാവറയച്ചൻ. അപ്പൊ അദ്ദേഹത്തിന്റെ കബറിടം അല്ലെങ്കിൽ ശവകുടീരം എവിടെയെന്ന് ചോദിച്ചാൽ മാന്നാനമാണ്, കോട്ടയം ജില്ല. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് സിസ്റ്റർ അൽഫോൺസ അല്ലെങ്കിൽ അൽഫോൺസാമയുടെ കബറിടം. അൽഫോൺസാമയുടെ കബറിടം എവിടെയാണ്? ഭരണ
ഭരണങ്ങാനം. തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി വനിത, അല്ലെ? തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കപ്പെട്ട ആദ്യ മലയാളി വനിത ആരാണ്? അൽഫോൺസാമ. ആ അൽഫോൺസാമയുടെ കബറിടം അല്ലെങ്കിൽ ശവകുടീരം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് ഭരണങ്ങാനം പള്ളിയാണ്. ഇത് മാന്നാനം പള്ളിയിലാണ്. ഇത് രണ്ടും എവിടെയാണ്? കോട്ടയത്താണ്. അപ്പൊ മാന്നാനവും ഭരണങ്ങാനവും മാറിപ്പോകാതെ നോക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് കോട്ടയത്തിനടുത്ത് തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സ്ഥലമുണ്ട്. അതായത് ഇടുക്കി ജില്ലയിലാണ് മറയൂർ, അല്ലെ? മറയൂർ എന്ന് കേൾക്കുമ്പോൾ ശർക്കര ഓർമ്മ വരും, മറയൂർ ശർക്കര. പക്ഷേ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ നന്നങ്ങാടികൾ എന്ന് കേട്ടിട്ടുണ്ടോ? മഹാശിലാ സംസ്കാരവുമായി ബന്ധപ്പെട്ട ഒന്നാണ് നന്നങ്ങാടികൾ. പ്രാചീന കാലത്ത് മനുഷ്യനെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. മൃതദേഹത്തെ, ശവശരീരത്തെ മൺപാത്രത്തിൽ ഉള്ളിലാക്കി കുഴിച്ചിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് നന്നങ്ങാടികൾ എന്നറിയപ്പെടുന്നത്. മഹാശിലാ സംസ്കാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചരിത്രകാരന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അതിനേതാണ്ട് 2500-ലധികം വർഷത്തെ പഴക്കമുണ്ട് നന്നങ്ങാടികൾക്ക്. അങ്ങനെയുള്ള നന്നങ്ങാടികൾക്ക് പേര് കേട്ട ഇടുക്കി ജില്ലയിലെ സ്ഥലമാണ് മറയൂർ എന്നോർത്തിരിക്കുക. മറയൂർ ശർക്കര വേറെയാണ്, അത് വിടൂ. നമുക്ക് ഇപ്പോൾ വേണ്ടത് നന്നങ്ങാടികൾക്ക് പേര് കേട്ട ഇടുക്കി ജില്ലയിലെ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്? മറയൂരാണ്. ഏതാണ്? മറയൂരാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഇടുക്കിയുടെ കാര്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളത് കണ്ണകിയുടെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണ്? കണ്ണകി പ്രതിഷ്ഠ, അല്ലെ? അത് ചിലപ്പതികാരമൊക്കെ വായിച്ചുള്ളവർക്കറിയാം കണ്ണകി. ആ കണ്ണകി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതെന്ന് ചോദിച്ചാൽ അത് ഇടുക്കി ജില്ലയില് മംഗളാദേവി ക്ഷേത്രമാണ്. ഇടുക്കി ജില്ലയില് മംഗളാദേവി ക്ഷേത്രമാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെയും ചോദിച്ചിട്ടുണ്ട്, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ ഉള്ളിലായി കാണുന്ന ക്ഷേത്രം ഏത്? പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിൽ കൊടുങ്കാട്ടിൽ കാണപ്പെടുന്ന ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കത്തിലുള്ള ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം. എവിടെയാണ്? അത് ഇടുക്കി ജില്ലയിലാണ്. അത് ഇടുക്കി ജില്ലയിലാണ്. അവിടുത്തെ പ്രതിഷ്ഠ ഏതാണ്? അവിടുത്തെ പ്രതിഷ്ഠ കണ്ണകിയാണ്. കണ്ണകിയാണ്. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി അവിടെ ഓർത്തു വെച്ചോ. സാധാരണഗതിയിൽ ഈ മംഗളാദേവി ക്ഷേത്രത്തിൽ എപ്പോഴും പ്രവേശനമില്ല. അവിടുത്തെ ഉത്സവമാണ് ചിത്ര പൗർണമി ഉത്സവം. ചിത്ര പൗർണമി ഉത്സവം അല്ലെങ്കിൽ ചൈത്ര പൗർണമി ഉത്സവം, ഒരു പ്രത്യേക ദിവസം അതുമായി ബന്ധപ്പെട്ട ഉത്സവമാണ് ചൈത്ര പൗർണമി ഉത്സവം. ഈ ചൈത്ര പൗർണമി ഉത്സവ സമയത്ത് മാത്രമേ മംഗളാദേവി ക്ഷേത്രത്തിലോട്ട് പുറമേ നിന്നുള്ള ആൾക്കാരെ പ്രവേശിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് പരീക്ഷയ്ക്ക് അതും ചോദിച്ചിട്ടുണ്ട്. ചൈത്ര പൗർണമി ഉത്സവം നടക്കുന്ന കേരളത്തിലെ പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രം, അമ്പലം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. മംഗളാദേവി ക്ഷേത്രം. കേരള തമിഴ്നാട് ബോർഡറിലുള്ള പ്രസിദ്ധമായിട്ടുള്ള കണ്ണകി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മംഗളാദേവി ക്ഷേത്രം. അതുപോലെ പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലായി കാണപ്പെടുന്ന ക്ഷേത്രം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. മംഗളാദേവി ക്ഷേത്രം. ഇതുപോലെ കുറച്ച് ജില്ലകളുടെ കാര്യം കൂടി ഇനി പഠിക്കാറുണ്ട്. 7-8 ജില്ലകളുടെ കാര്യം കൂടി പഠിച്ചാലേ ഈ ഭാഗം പൂർത്തിയാവുള്ളൂ. അപ്പൊ ഈ ഭാഗത്ത് നിന്ന് എന്തായാലും ചോദ്യമുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഒരു മലയാളി എന്നുള്ള രീതിയിൽ നമ്മളിത് അറിഞ്ഞു വെക്കേണ്ടതാണ്. അല്പം കൗതുകകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പൊ നമ്മുടെ സംസ്കാരവും ചരിത്രവും ഒക്കെ മനസ്സിലാക്കുന്നതിലൂടെ ശരിക്കുള്ള മലയാളിയായിട്ട് മാറാനും നമുക്ക് ഈ അറിവുകൾ ഉപകരിക്കുമെങ്കിൽ ഉപകരിക്കട്ടെ. ഈ ക്ലാസ്സിനൊക്കെ അതിൻ്റെതായിട്ടുള്ള ഒരു ശ്രമമുണ്ട്, ഒരു എഫർട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കുന്നുവെങ്കിൽ, ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്നതിനുള്ള പ്രചോദനം ഉണ്ടാവൂ എന്ന് കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.